വൈശാലി ഭാഗം 30. ഓടി താഴെ ഇറങ്ങിയ വൈശാലി നേരെ മാളവികയുടെ മുന്നിൽ വന്നാണ് നിന്നത്. അവളുടെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള ഓടിവരവ് അവൾക്കത്ര പിടിച്ചില്ല എന്നുള്ളത് അവളുടെ മുഖത്ത് നിന്ന് തന്നെ വൈശാലി വായിച്ചെടുത്തു. എങ്കിലും അവളോട് ഇപ്പോൾ വെറുതെ കൊമ്പ് കോർക്കണ്ടെന്ന് കരുതി വൈശാലി അകത്തേക്ക് തന്നെ നടന്നു. അധികം താമസിക്കാതെ വിഷ്ണു വേഗം കുളിച്ചിറങ്ങി. താഴേക്ക് വരുമ്പോൾ വൈശാലി മുത്തശ്ശിയോട് എന്തൊക്കെയോ സംസാരിച്ചിരിപ്പാണ്. നീല നിറത്തിലെ ഒരു സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത്. നേരത്തെ വിഷ്ണു അത് കണ്ടതുകൊണ്ട് അവനും അതേ നിറത്തിലുള്ളൊരു ഷർട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ആ, മോൻ വന്നോ? ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുവാണ്. മോനോട് പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് കരുതി നിന്നതാണ്, ചെറിയച്ഛൻ പറഞ്ഞു. വിഷ്ണു വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഒന്ന് ചിരിച്ചു കാണിച്ചു. വൈശാലി, ഇറങ്ങാൻ നമുക്ക്? അവൻ അവളെ നോക്കി ചോദിച്ചു. വൈശാലി തലകുലുക്കി. ഒരു ഗ്ലാസ് ചായ കുടിച്ചതിന് ശേഷം ഇരുവരും അമ്പലത്തിലേക്ക് ഇറങ്ങി. അവിടെയുള്ള ബാക്കി ആരെയും വിഷ്ണു അധികം മൈൻഡ് ചെയ്യാൻ നിന്നില്ല. പിന്നെ വിഷ്ണുവിനില്ലാത്ത സ്നേഹവും ബന്ധവും ഒന്നും തനിക്കും വേണ്ടെന്ന മട്ടിൽ വൈശാലിയും അവൻ്റെ കൂടെ നടന്നു. അതിനെപ്പറ്റി ഇനി മുറിവുറുപ്പുണ്ടാവും എന്നവർക്കറിയാം. എങ്കിലും ഇരുവർക്കും അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അമ്പലത്തിലേക്ക് പോകാൻ കാറിൽ കയറി. അമ്പലത്തിലേക്കെത്തി ഇരുവരും ഒരുമിച്ച് തൊഴുതു. അവൻ്റെ ഷർട്ട് കയ്യിൽ പിടിക്കുമ്പോൾ എന്തോ കിരീടം കിട്ടിയ രാജ്ഞിയുടെ സന്തോഷമായിരുന്നു വൈശാലിക്ക്. ഇലച്ചീന്തിലെ പ്രസാദത്തിൽ നിന്നും അവൻ അവളുടെ നെറ്റിയിലെ സിന്ദൂരം ഒന്നുകൂടി ചുവപ്പിച്ചു. അവളും അവൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. തിരിച്ച് കാറിലേക്ക് കയറി വണ്ടി തിരിച്ച് അല്പം ആളൊഴിഞ്ഞ സ്ഥലം എത്തിയതും വിഷ്ണു കാർ ഒന്ന് സ്ലോ ആക്കി. വൈശാലി അവനെ നോക്കിയതും വിഷ്ണു സാരിക്കിടയിലൂടെ അവളുടെ ഇടുപ്പിലൊന്ന് നുള്ളി. പെട്ടെന്നായതുകൊണ്ട് വൈശാലി ഒന്ന് ഞെട്ടി. എൻ്റെ ദേഹത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ വെള്ളം ഇടും അല്ലേ? വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ അവൻ അവളോട് സംസാരിച്ചു. വൈശാലി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എവിടുന്ന്? അത് പറഞ്ഞു കഴിഞ്ഞതും അവൻ ഒന്നും അറിയാത്തതുപോലെ നേരെ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കുകയാണ് എന്ന ഒറ്റ കാരണത്താൽ വൈശാലി അവനെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടു. പക്ഷെ വീട്ടിലേക്ക് വാ എന്നൊരു മുഖഭാവം അവളിൽ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. വീട്ടിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്. മുത്തശ്ശി മാത്രമാണ് ഉണ്ടായത്. വിഷ്ണുവിന് ശ്വാസം നേരെ വീണതുപോലെയാണ് തോന്നിയത്. ഇത്ര നാളും ഈ വീട്ടിൽ മുത്തശ്ശിയും വൈശാലിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 2-3 ദിവസമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവന് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ പോലെയാണ് തോന്നിയത്. വൈശാലിക്കും അങ്ങനെ തന്നെയായിരുന്നു. 3 പേരും ഒരുമിച്ചിരുന്നാണ് രാവിലേക്കുള്ള ഭക്ഷണം കഴിച്ചത്. ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്ത് നാളെ മുതൽ 1-2 സ്ഥലത്തൊക്കെ വിരുന്നിന് പോകാൻ ക്ഷണമുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണ് ഇരുവരും ഡ്രസ്സ് മാറാനായി പോയത്. മുത്തശ്ശി അല്പനേരം കിടക്കണമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം ഇരിക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്തു തീർക്കാനുമില്ല. വിഷ്ണുവാണ് ആദ്യം മുറിയിലേക്ക് പോയത്. വൈശാലി മുത്തശ്ശി മുറിയിലേക്ക് പോയതിന് ശേഷമാണ് മുറിയിലേക്ക് നടന്നത്. വിഷ്ണു എന്തെങ്കിലുമൊക്കെ കുസൃതി ഒപ്പിക്കും എന്നവൾക്കറിയാം. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് അവൾ മുകളിലേക്കുള്ള പടികൾ കയറിയത്. ഡോർ അടഞ്ഞു കിടക്കുന്നത് കണ്ടതും വൈശാലി ഡോർ ഹാൻഡിലിൽ പിടിച്ചു തിരിച്ചു. മുറിയിലാകെ ഇരുട്ടാണ്. അതല്ലെങ്കിൽ ആ മുറിയിലേക്ക് അധികം വെളിച്ചം കയറില്ല. മാത്രമല്ല അല്പം ഡാർക്ക് നിറത്തിലുള്ള കർട്ടനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകൽ സമയമാണെങ്കിലും ഇരുട്ടായിട്ട് കിടക്കും. ലൈറ്റ് ഓണാക്കിയാലേ ശരിക്കും വെളിച്ചം ഉണ്ടാകൂ. വിഷ്ണു ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത്? മുറിയാകെ ഇരുട്ട് പിടിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം അവൾ ചിന്തിക്കാതിരുന്നില്ല. അവൾ അകത്തേക്ക് കയറി. പക്ഷേ പെട്ടെന്ന് തന്നെ വാതിലിൻ്റെ കുറ്റി വീഴുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കും മുന്നേ വൈശാലി വായുവിൽ ഉയർന്നു പൊന്തി. അവൾക്ക് പേടി തോന്നിയില്ല. പക്ഷേ ഒറ്റൊരു നിമിഷത്തിൽ ഇതെല്ലാം നടന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും മനസ്സിലാവും മുന്നേ തന്നെ വൈശാലി കട്ടിലിൽ എത്തിയിരുന്നു. വിഷ്ണു അവളുടെ ദേഹത്തേക്കൊന്ന് അമർന്നു. വൈശാലി അവനെ ഒന്ന് കണ്ണു കൂർപ്പിച്ചു നോക്കി. മനുഷ്യനെ കൊല്ലുവോ നീ? വൈശാലി അവൻ്റെ തോളിൽ ഒന്ന് കൈമുറുക്കി. കൊല്ലും, സ്നേഹിച്ചു കൊല്ലും. വിഷ്ണു അവളുടെ മൂക്കിൻ തുമ്പിൽ അവൻ്റെ മൂക്കുകൊണ്ടൊന്നുരസി. എന്താ ഉദ്ദേശം? അവൻ്റെ മുഖത്തേക്ക് നോക്കി പുരികം ഉയർത്തിക്കൊണ്ട് വൈശാലി ചോദിച്ചു. ഇത്ര നേരം നല്ല ഉദ്ദേശമായിരുന്നു, ഇനി അങ്ങോട്ട് നല്ല ഉദ്ദേശം മാത്രം. അവൻ്റെ സംസാരം കേട്ടതും വൈശാലി പുഞ്ചിരിച്ചു. ചിരിക്കല്ലേടി? വിഷ്ണു അവളുടെ കവിളിൽ പതിയെ ഒന്ന് കടിച്ചു. അവൻ അങ്ങനെ ചെയ്തതും അവളിൽ നിന്ന് അവനെ ഭ്രമിപ്പിക്കും പോലെ ഒരു ശബ്ദമുയർന്നു. വിഷ്ണു അവളിലേക്ക് ഒന്നുകൂടി അമർന്നു. ഞാൻ എടുക്കുക. അവളുടെ കാതരികിൽ അവൻ്റെ പതിഞ്ഞ ശബ്ദം. അവളുടെ ഉടലാകെ ഒന്ന് വിറച്ചുപോയി. അവൻ മുഖമുയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി. അവളിൽ ഭയത്തിൻ്റെ നേരിയ ഒരു കണിക പോലും ഇല്ല. അതിൽ നിറയെ അവനോടുള്ള പ്രണയം മാത്രമാണ്. വിഷ്ണു, രാത്രി പോരെ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ അവനിൽ നിന്ന് മുഖം തിരിച്ചവൾ ചോദിച്ചു പോയി. അതിലൊരിക്കലും ഈ ഒരു സമയം അവൾ അത് ആഗ്രഹിക്കുന്നില്ല എന്നർത്ഥം ഉണ്ടായിരുന്നില്ല. മറിച്ച് അവനെ നോക്കാനാവാത്ത വിധം അവളിൽ ഉടലെടുത്ത എന്തോ ഒന്ന്. നാണമോ വെപ്രാളമോ അങ്ങനെ എന്തൊക്കെയോ. പോരാ, ഇപ്പോൾ തന്നെ വേണം. മുഴുവനായിട്ട് എനിക്ക് വേണം. എന്ത് വേണം? അവൻ ഉദ്ദേശിക്കുന്നത് അവൾക്കറിയാമായിരുന്നു. എങ്കിലും അവനിൽ നിന്ന് തന്നെ അത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവൾ ചോദിച്ചു പോയി. നിന്നെ വേണം എനിക്ക്, മുഴുവനായിട്ട്, എനിക്ക് മാത്രം. വിഷ്ണുവിൻ്റെ ശബ്ദം അടഞ്ഞുപോയി. അധികം സമയം പാഴാക്കിയില്ല. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ ആദ്യം അമർന്നിരുന്നു.
അവിടെ നിന്ന് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കണ്ണിലേക്കും കവിളിലേക്കും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതരത്തിലേക്ക് ചേരും മുന്നേ അവളെ ഒന്ന് നോക്കി. വേറെ ഒന്നിനുമല്ല, അവളുടെ കണ്ണിൽ അവന് മാത്രം മനസ്സിലാകുന്ന മറുപടി, അതറിയാൻ വേണ്ടി മാത്രം. പിന്നീട് ഒരു നിമിഷം താമസിക്കാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടേതിൽ ചേർന്നിരുന്നു. അവൻ തുടങ്ങിയ ചുംബനം അവൾ ഏറ്റെടുത്തതും ശക്തിയേറി. ഇരുവരും അത്രയും ഭ്രാന്തമായിട്ടെന്ന പോലെ ചുംബിച്ചു. അവൻ അവളിനാലും അവൾ അവനിനാലും ചുംബിക്കപ്പെടാൻ ആഗ്രഹിച്ചിരുന്നു. ചുംബനം അവസാനിക്കുമ്പോൾ ഇരുവരുടെയും അതരത്തിന് ചുവപ്പേറി. ചോരയുടെ രുചി ഇരുവരും അറിഞ്ഞു. അവൻ്റെ കൈകളാൽ അവളുടെ ദേഹത്തു നിന്നും ഉടയാടകൾ അഴിഞ്ഞു വീണു. ഒരു വിരൽത്തുമ്പിനാൽ പോലും അവൾ അവനെ തടഞ്ഞില്ല. അവളുടെ കൈകളാൽ അവൻ്റെ വസ്ത്രങ്ങളും ദേഹത്തു നിന്ന് നീങ്ങി. അവളുടെ ദേഹം മുഴുവൻ അവൻ്റെ ചുണ്ടുകൾ പാഞ്ഞു നടന്നു. അവൻ അവളെ വേദനിപ്പിച്ചില്ല. അത്രയും ആർദ്രമായി അവൻ പ്രണയം കൈമാറി. അവളുടെ ദേഹത്ത് ഒരിടത്ത് പോലും അവൻ്റെ പല്ലുകൾ പോറലുകൾ വീഴ്ത്തിയില്ല. അവളെ വേദനിപ്പിച്ചില്ല. ചുണ്ടുകളാൽ ഇരുവരും പരസ്പരം മായാജാലം തീർത്തു. വിരലുകൾ പരസ്പരം കോർത്തും അഴഞ്ഞും നിലകൊണ്ടു. പരസ്പരം പലതവണ എന്ന പോലെ ചുണ്ടുകൾ തമ്മിൽ രുചിയറിഞ്ഞു. അവളുടെ മാറും ഉദരവും കാലുകളും കൈകളും എല്ലാം അവൻ്റെ ചുണ്ടിനാൽ അവൻ അളന്നെടുത്തു. ഒരു തരിമ്പ് പോലും വേദനയില്ലാതെ പ്രണയം മാത്രം നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ. അവൻ്റെ കൈകളാൽ അവളുടെ ദേഹത്ത് അവശേഷിച്ച മറയും നീങ്ങിയ നിമിഷം വൈശാലി കണ്ണുകൾ ഇറുക്കിയടച്ചു. അവൻ അവളുടെ മുഖത്തിന് നേരെ ഉയർന്നു വന്നു. അവളുടെ മുഖത്തേക്ക് ഊതി. പിടച്ചിലോടെ അവൾ ആ നിമിഷം കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. കോർത്തു പിടിച്ചിരുന്ന അവളുടെ കൈകളിൽ നിന്ന് അവൻ കൈ പിടിച്ചു. അവളുടെ കൈകളെടുത്ത് അവൻ അവൻ്റെ ഷോൾഡറിൽ വെച്ചു. വൈശു. പിടച്ചിലോടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി. അവൻ വിളിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അതേ നിമിഷം തന്നെ വിഷ്ണു അവളിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ പ്രണയപൂർവ്വം അമർന്നു. വിഷ്ണുവിൻ്റെ ഷോൾഡറിലിരുന്ന അവളുടെ കൈകളുടെ മുറുക്കം കൂടി. അതിൽ നിന്നും അവളുടെ വേദന അവന് മനസ്സിലായി. കുറച്ചു സമയം അവൻ അനങ്ങാതെ അങ്ങനെ തന്നെ നിന്നു. അവൻ കണ്ണുകൾ ഉയർത്തി അവളുടെ മിഴികളിലേക്ക് നോക്കി. ഇത്ര നേരം പ്രകാശത്തോടെ ഇരുന്ന അവളുടെ കണ്ണുകളിൽ ഒരു നീർത്തിളക്കം അവൻ കണ്ടു. അവന് വേദനിപ്പിക്കാൻ തോന്നിയില്ല. അവളിൽ നിന്ന് അടർന്നു മാറാൻ അവൻ തുടങ്ങിയ നിമിഷം അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ ഒന്ന് മുറുകി. വേദനിക്കും നിനക്ക്? സാരമില്ല, വേദനിക്കും, അറിയാം. പക്ഷേ എനിക്ക് വേണം, വൈശാലി പറഞ്ഞു. അവളുടെ ശബ്ദം പതിഞ്ഞ് അടഞ്ഞിരിക്കുന്നു. വിഷ്ണു എതിർത്തില്ല. അവനിൽ ആഗ്രഹമുണ്ട്. അവൾക്ക് പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി മാറാൻ പോയതാണ്. പക്ഷേ അവൾക്ക് സമ്മതമാകുമ്പോൾ അവനും എതിർക്കാൻ തോന്നിയില്ല. അവൻ അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചു. പതിയെ, അത്രയും പതിയെ അവൻ അവളിൽ ചലിച്ചു തുടങ്ങി. വേദനയോടെ ഉണ്ടാക്കിയ ശബ്ദങ്ങൾ പതിയെ പതിയെ ശീൽക്കാരങ്ങളായി, നിശ്വാസങ്ങളായി, കുറുകലുകൾ, മൂളലുകൾ, അങ്ങനെ അങ്ങനെ. ഒടുവിൽ അവനിലെ പ്രണയം മുഴുവൻ അവളിലേക്ക് ചൊരിഞ്ഞ് തൻ്റെ ഉള്ളിലെ അവസാന തുള്ളി ബീജവും അവൾക്കായി അവൻ പകർന്നു നൽകി. അവളുടെ കണ്ണിൽ നിന്ന് മിഴിനീർ ഒഴുകിയിറങ്ങി. വേദനയേക്കാളുപരി അവൾക്ക് സംതൃപ്തിയായിരുന്നു. തൻ്റെ പ്രണയം എല്ലാ രീതിയിലും അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും തനിക്ക് സ്വന്തമായ സന്തോഷം. വിഷ്ണു അങ്ങനെ തന്നെ അവളുടെ വയറിൽ മുഖം അമർത്തി കിടന്നു. ലോകം കീഴടക്കിയ സന്തോഷം തോന്നി വിഷ്ണുവിന്. പക്ഷേ അവനതെങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയില്ല. കരച്ചിൽ വന്നു. അവളുടെ വയറിലേക്ക് മുഖം അമർത്തി അവൻ തൻ്റെ മിഴിനീർ ഒഴുക്കി. തൻ്റെ വയറിലറിഞ്ഞ അവൻ്റെ കണ്ണുനീരിൻ്റെ ചൂടിൽ വൈശാലി പിടച്ചിലോടെ അവൻ്റെ മുഖം വയറിൽ നിന്ന് ഉയർത്തി. രണ്ടുപേരുടെ മുഖവും കരഞ്ഞാകെ ചുവന്നിരിക്കുന്നു. വിഷ്ണു ഉയർന്നു വന്ന് അവളുടെ നെറ്റിമേൽ നെറ്റി മുട്ടിച്ചു വെച്ചു. വിഷ്ണു പുഞ്ചിരിച്ചു. അവൻ്റെ ചിരിയിൽ അവളും കൂടെ ചേർന്നു. രണ്ടുപേരും കരഞ്ഞുകൊണ്ട് ചിരിച്ചു. ഇനിയും മതി വരാത്തതുപോലെ വിഷ്ണു അവളുടെ ചുവന്നിരിക്കുന്ന ചുണ്ടുകളെ വീണ്ടും അപ്പാടെ നുണഞ്ഞെടുത്തു. സംസാരിച്ച് മനസ്സിലാക്കുന്നതിലും ഉപരി കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞ നിമിഷങ്ങൾ, മൂളലും നോട്ടങ്ങളും കൊണ്ട് പ്രണയം കൈമാറിയ സമയം. ഇരുവർക്കും ഇനി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പകൽ. പ്രണയത്തിൻ്റെ പുതിയൊരു തലത്തിലേക്കുള്ള യാത്ര. സമയം പതിയെ കടന്നുപോയി. വൈശാലിയുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവളുടെ ദേഹത്തേക്കാണ് വിഷ്ണു കിടക്കുന്നത്. രണ്ടുപേരുടെയും മനസ്സിലും മുഖത്തും നിറഞ്ഞ സന്തോഷമാണ്. ഉറങ്ങിക്കളയല്ലേ, ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരമ്മയുടേതെന്നതുപോലെ വാത്സല്യമുള്ള വൈശാലിയുടെ ശബ്ദം അവൻ്റെ കാതുകളിലേക്ക് പതിഞ്ഞു. ഒപ്പം അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിലൂടെ ചലിച്ചുകൊണ്ടിരുന്നു. വിഷ്ണു അവൻ്റെ കുറ്റിത്താടി കൊണ്ട് അവളുടെ കഴുത്തിടുക്കിൽ ഒന്നുരച്ചു. വിഷ്ണു, നോവുന്നുണ്ട്, വൈശാലി ഒച്ചയുണ്ടാക്കി. വിഷ്ണു പുഞ്ചിരിയോടെ അവളുടെ ദേഹത്ത് നിന്ന് ഇറങ്ങിക്കിടന്നു. ശേഷം അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. പുഞ്ചിരിയോടെ തന്നെ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടമർത്തി. വൈശാലി പുഞ്ചിരിയോടെ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്തു. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാ. വിഷ്ണു അവളെ വീണ്ടും വീണ്ടും ഇറുക്കി കെട്ടിപ്പിടിച്ചു. എത്ര അടുത്തേക്ക് ചേർത്ത് കിടത്തിയിട്ടും മതി വരുന്നില്ലെന്ന പോലെ. എനിക്കറിയാലോ. വൈശാലി അവനെ വട്ടം ചുറ്റിപ്പിടിച്ചു. ഇരുവരും കുറച്ചു നേരം സംസാരിക്കാതെ ഇരുന്നു. കുളിക്കാം നമുക്ക്? കുറച്ചു നേരത്തിന് ശേഷം വിഷ്ണു ചോദിച്ചു. വൈശാലി അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ പോയി കുളിക്ക്, ഞാൻ അത് കഴിഞ്ഞ് കുളിച്ചോളാം, വൈശാലി ഗൗരവത്തിൽ പറഞ്ഞു. വിഷ്ണു അവളെ നോക്കി കോക്കിരി കാണിച്ച് അഴിഞ്ഞു കിടന്നിരുന്ന മുണ്ടെടുത്തെടുത്തു. ശേഷം കുളിക്കാനായി കയറി. അതെല്ലാം തെല്ലൊരു പുഞ്ചിരിയോടെ വൈശാലി നോക്കിക്കിടന്നു. തുടരും.
അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.